നമുക്കിന്ന് വീട്ടിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനുവേണ്ടി 2 പഴുത്ത ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട, ഒരു 1/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിരുന്ന മൈദപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്ത് വെച്ച ഓറഞ്ചിൻ്റെ തൊലി 1 ടേബിൾ സ്പൂണും 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 45 to 50 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുക്കാം. 50 മിനിറ്റ് ആയപ്പം കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് കൂടുതൽ ടേസ്റ്റും അതുപോലെ കൂടുതൽ സോഫ്റ്റും ആവാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. തണുത്ത ശേഷം ഇതുപോലെ ഒരു കപ്പിലേക്കോ മറ്റോ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ ഒരു ഫോർക്കോ വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഓറഞ്ച് ജ്യൂസ് സമയമെടുത്ത് തന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ നന്നായിട്ട് അബ്സോർബായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലുള്ള ഓറഞ്ച് കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.